വയനാട്ടിലെ മഹാദുരന്തത്തിന്റെ രക്ഷാപ്രവർത്തനത്തിൽ കാണിച്ച അതേ വീര്യം ഇപ്പോൾ വയനാട്ടിലെ ദുരിതബാധിതർക്ക് വേണ്ടിയുള്ള പുനരധിവാസ പദ്ധതികൾക്കും വേണ്ടിയും ഇപ്പോൾ കാഴ്ചവെക്കുകയാണ് ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ. ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് കല്ലേപ്പുള്ളിയിലാണ്. ഇവിടെ ഇപ്പോൾ മീൻ വിൽപ്പന നടത്തി ഡിവൈഎഫ്ഐ തന്നെ നിർമ്മിച്ചു നൽകുന്ന 25 വീടുകളുടെ നിർമ്മാണ ചെലവിലേക്ക് വേണ്ടി പണം കണ്ടെത്തുകയാണ് ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ. ഡിവൈഎഫ്ഐയുടെ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വം, അതുപോലെ തന്നെ കൊട്ടേക്കാടുള്ള ഡിവൈഎഫ്ഐ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ മീൻ വിൽപ്പന നടക്കുന്നത്. ഡിവൈഎഫ്ഐയുടെ ജില്ലാ നേതൃത്വം ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഏതൊക്കെ മീനപ്പോൾ വിൽപ്പനയ്ക്ക് കൊണ്ടുവന്നിരിക്കുന്നത്? വിവിധ തരം മീനുകളുണ്ട്. ഇവിടെ തന്നെ നോക്കിയാൽ മനസ്സിലാവും. വിവിധ തരങ്ങളിലുള്ള മീനുകൾ ശേഖരിച്ച് ഇവിടെ വിൽപ്പന നടത്തുകയാണ്. വ്യത്യസ്തമായ രൂപത്തിലുള്ള ഒരു ക്യാമ്പയിനാണ് നമ്മൾ ഏറ്റെടുത്തിട്ടുള്ളത്. നമുക്കറിയാം, വയനാടിനെ സഹായിക്കേണ്ടത് കേരള ജനതയുടെ ആവശ്യമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഡിവൈഎഫ്ഐ നേതൃത്വത്തിൽ അവിടെ പുനരധിവസിപ്പിക്കാൻ വീടുകൾ നിർമ്മിച്ചു കൊടുക്കണമെന്ന് തീരുമാനിച്ചിട്ടുള്ളത്. വ്യത്യസ്തമായ രൂപത്തിലുള്ള ഒരു ക്യാമ്പയിനാണ് ഡിവൈഎഫ്ഐ ഏറ്റെടുത്തിട്ടുള്ളത്. ഈ വീട് നിർമ്മാണത്തിനായി ഒരാളുടെ കയ്യിൽ നിന്നും പൈസ സ്വരൂപിക്കാൻ തീരുമാനിച്ചിട്ടില്ല. അത് വിവിധങ്ങളായ രൂപത്തിലാണ്. ഇപ്പം നോക്കൂ, നമ്മുടെ വീടുകളിലേക്ക് കടന്നു നിന്ന് വീട്ടുകാർക്ക് ആവശ്യമില്ലാത്ത പാഴ്വസ്തുക്കൾ ശേഖരിച്ച് അത് വിറ്റ് കിട്ടുന്ന പൈസയും വിവിധ തരത്തിലുള്ള ചലഞ്ചുകൾ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. മീൽ വിൽപ്പന നടത്തുന്നു, അതുപോലെ തന്നെ ബിരിയാണി ഫെസ്റ്റുകൾ നടത്തുന്നു, പായസ ഫെസ്റ്റുകൾ നടത്തുന്നു. അതിലൂടെയെല്ലാം സമാഹരിക്കുന്ന തുകയാണ് ഞങ്ങൾ അവിടെ വീട് നിർമ്മാണത്തിനായി ശേഖരിക്കുന്നത്. വ്യത്യസ്തമായ രൂപത്തിലാണ് സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അഭൂതപൂർവമായ പിന്തുണയാണ് ഡിവൈഎഫ്ഐക്ക് ഇതിലൂടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് പേര് മീൻ വാങ്ങാൻ വേണ്ടി ഇവിടേക്ക് എത്തുന്നുണ്ട്. ഏട്ടാ, മീൻ വാങ്ങിയോ? മീൻ വാങ്ങിച്ചു. ഡിവൈഎഫ്ഐ വിൽപ്പന നടത്തുന്നത്. വയനാടിന് വേണ്ടിയിട്ടാണ്. സന്തോഷം. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വന്നത്. അതെ, വയനാടിന് വേണ്ടിയിട്ടാണ് ഡിവൈഎഫ്ഐക്കാർ ഈ മീൻ വിൽപ്പന നടത്തുന്നത്. അതെ, വാങ്ങിയോ? വാങ്ങി മീൻ വാങ്ങി. നല്ല പരിപാടിയാണ്. നാടിന് വേണ്ടി എല്ലാവരും ഇപ്പോൾ ഒരുമിക്കേണ്ട സമയം. കൊട്ടേക്കാട് ഡിവൈഎഫ്ഐയുടെ കൊട്ടേക്കാട് മേഖലാ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ ഇവിടെ ചേരുന്നുണ്ട്. നിങ്ങൾ എന്തുകൊണ്ട് ഈ ഒരു ഫിഷ് ചാലഞ്ച് നടത്താനൊരു തീരുമാനം എങ്ങനെ എത്തി? വേറെ ഒന്നുമല്ല, ഇതൊരു ജനകീയമായിട്ടുള്ള ഒരു ക്യാമ്പയിനാണെന്നാണ് ഞങ്ങൾ മനസ്സിൽ കരുതിയിരിക്കുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് നമ്മുടെ ജീവിതത്തിൽ മിക്കവാറും എല്ലാ ദിവസവും അല്ലെങ്കിൽ പോലും ആഴ്ചയിൽ ഒരു 2-3 ദിവസമെങ്കിലും മീൻ കഴിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ മീൻ എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ജനകീയമായ ആളുകൾ അത് വന്ന് വാങ്ങിക്കും എന്നുള്ളതാണ്. അതിൻ്റെ വില നോക്കാതെ തന്നെ ആളുകൾ വന്ന് വാങ്ങിക്കും. അതിലൂടെ കിട്ടുന്ന ഒരു തുക നമുക്ക് സമാഹരിച്ച് വയനാടിനായി കൈകോർക്കാം എന്നുള്ളതാണ് ഞങ്ങൾ സന്ദേശം ഉയർത്തുന്നത്. ഈ മേഖലയിലുള്ള പരമാവധി ആളുകളെ ഇവിടെ വന്ന് രാവിലെ മുതൽ തന്നെ ഞങ്ങളുടെ ഈ ക്യാമ്പയിൻ്റെ ഭാഗമാവാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ നാട്ടിലെ എല്ലാവരുടെയും അകമഴിഞ്ഞ പിന്തുണ ഡിവൈഎഫ്ഐക്കും കേരളത്തിനും ഉണ്ട് എന്ന് തെളിയിക്കുകയാണ് ഒരിക്കൽ കൂടി. ഒരു ജനങ്ങളിൽ നിന്നൊരു സ്വീകാര്യതയൊക്കെ എങ്ങനെയുണ്ട്? നല്ല സ്വീകാര്യതയുള്ളത്. നമുക്കറിയാം, വയനാട് ഏറ്റവും സമാനതകളില്ലാത്ത നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. മാക്സിമം ആ വയനാട് സഹായിക്കാനുള്ള ഒരു ഇടപെടലാണ് ഡിവൈഎഫ്ഐ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി പായസ ഫെസ്റ്റ് ഉൾപ്പെടെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ലൊരു തുക ഡിവൈഎഫ്ഐ രൂപത്തിൽ വയനാടിനെ ഏൽപ്പിക്കാനാണ് ഡിവൈഎഫ്ഐ അലച്ചുകൊണ്ടിരിക്കുന്നത്. ആൾക്കാരൊക്കെ വന്ന് വാങ്ങണ്ടോ? എല്ലാവരും മേടിക്കുന്നുണ്ട്. രാവിലെ മുതൽ നന്നായിട്ട് പോകുന്നുണ്ട്. കല്ലേപ്പുള്ളി ഗ്രാമപഞ്ചായത്തോ മരുതറോഡ് ഗ്രാമപഞ്ചായത്ത് ഡിവൈഎഫ്ഐയുടെ മരുതറോഡ് പഞ്ചായത്തിലെ 2 മേഖലാ കമ്മിറ്റികളും നല്ല രീതിയിൽ ആക്രിയും മറ്റും ചെയ്തു കഴിഞ്ഞതിന് ശേഷം വ്യത്യസ്തമായ ഒരു ചിന്തയാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. കേരളം കണ്ട ഏറ്റവും വലിയ ഈ ദുരന്തത്തിൽ കേരളത്തിലെ എല്ലാ സുമനസ്സുകളും കൈകോർത്തു നിൽക്കുകയാണ്. വലിയ ആവേശകരമായ പ്രതികരണമാണ് റീബിൽഡ് ചെയ്യുന്നതിന് വേണ്ടി ഉണ്ടായിട്ടുള്ളത്. വയനാടിന് വേണ്ടി ഇപ്പോൾ കേരളം മുഴുവൻ കൈകോർക്കുകയാണ്. കേരളം മാത്രമല്ല, ലോകം മുഴുവൻ കൈകോർക്കുന്ന വേളയിലാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ അവിടെയുള്ള ദുരിതബാധിതർക്ക് വേണ്ടി 25 വീടുകൾ നിർമ്മിച്ചു നൽകാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതിനുവേണ്ടിയുള്ള നിർമ്മാണ ചെലവിനുള്ള പണം കണ്ടെത്താൻ വേണ്ടിയാണ് ഡിവൈഎഫ്ഐ ഇത്തരത്തിലുള്ള വ്യത്യസ്ത രീതിയിലുള്ള ചലഞ്ചുകൾ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കഴിഞ്ഞ ദിവസം ആക്രി ചലഞ്ച് നടത്തിയിരുന്നു. ഇപ്പോൾ പാലക്കാട് ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റിയുടെ അതുപോലെ തന്നെ കൊട്ടേക്കാട് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു ഫിഷ് ചലഞ്ച് നടത്തിയാണ് ഈ വീട് നിർമ്മാണത്തിനുള്ള ചെലവിനായുള്ള പണം കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിനു സിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കലിൻ, റിപ്പോർട്ടർ പാലക്കാട്.